പ്രാർത്ഥനയിൽ നൽനേരാമേ ലോകചിന്ത കേളാകറ്റി എന്നാഗ്രഹ വശങ്ങളെ പിതാ മുൻപിൽ കേൾപ്പിക്കും നീ. ആപൽ ദുഃഖ കാലങ്ങളിൽ ആശ്വാസം കണ്ടതും പേക്കണിയിൽ വീഴാഞ്ഞതും ഇൻബാസഖി നിന്നാൽ തന്നീ. പേക്കണിയിൽ വീഴാഞ്ഞതും ഇൻബാസഖി നിന്നാൽ തന്നെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങിയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. ഈ നല്ല പ്രഭാതത്തിൽ അടിയനെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ ഏൽപ്പിക്കുന്നു. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കട്ടെ കർത്താവേ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ അങ്ങയുടെ പാദപിടത്തിലോട്ട് ഏൽപ്പിച്ചു തരികയാണ് കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ എത്ര കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ, ഞങ്ങൾക്ക് ദാനമായി തന്ന ആണും പെണ്ണുമായ മക്കളെ സമർപ്പിക്കട്ടെ. പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. ഇത് പരീക്ഷാ കാലഘട്ടമൊക്കെയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണമേ. ബുദ്ധിയും ജ്ഞാനവും അവർക്ക് കൊടുക്കണമേ. നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം. സ്വർഗം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. ഓർമ്മശക്തിയും ബുദ്ധിയും നൽകിയവരെ മാനിക്കുമാറാകണം. ഉത്തരവാദിത്വത്തിലും ഉത്സാഹത്തിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കണം കർത്താവേ. എൻ്റെ അപ്പച്ചൻ അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. മറ്റ് വിവിധ കോഴ്സുകളിൽ ഡിഗ്രിക്കായിരിക്കുന്ന മക്കൾ, OITയും IELTSഉം ജർമ്മൻ പഠിക്കുന്ന മക്കൾ, പ്രൊമറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, BSc നഴ്സിങ്ങിന്, മെഡിക്കലിന്, എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന മക്കൾ, എല്ലാവരെയും തിരുമുൻപാകെ സമർപ്പിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന മക്കളുമുണ്ട് കർത്താവേ. തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, അവരുടെ ആഗ്രഹങ്ങളെ മാനിക്കണേ, അവരുടെ ആവശ്യം അറിഞ്ഞ് കരുതണമേ അപ്പാ. ഒരു കുഞ്ഞുങ്ങൾ പോലും ലജ്ജിച്ച് പോകാൻ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഉപജീവനമാർഗം ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ഉപജീവനമാർഗം ആവശ്യമുള്ള തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വഴിവാതിൽ തുറന്നു കൊടുത്തവരെ മാനിക്കണേ അപ്പാ. ഒരിടത്തും ലജ്ജിച്ച് പോകാൻ അനുവദിക്കല്ലേ. തമ്പുരാൻ്റെ പൊന്നുകരം ചേർത്ത് പിടിച്ചോണേ അപ്പാ. അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, സമയ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ തലമുറയില്ലാത്ത ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്ക് നല്ല തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്ന മാസം തികയോളം കൂടെ ഇരുന്ന് സുഖപ്രസവം നൽകണമേ. ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കൊടുത്ത് മാനിക്കണമേ കർത്താവേ. ഈ സമയം കടഭാരത്തിന് നടുവിൽ വലയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണേ അപ്പാ. ഭവനമില്ലാത്ത മക്കൾക്ക് തലചായ്പാൻ ഭവനം ഒരുക്കണേ. സ്വന്തമായി കർത്താവ് ഭവനം കൊടുത്താട്ട് വാടക ഭവനങ്ങളൊക്കെ ഒഴിഞ്ഞ് കർത്താവെ അവിടുന്ന് തൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്ന് സന്തോഷത്തോടെ സ്വന്തം ഭവനത്തിൽ പാർക്കാൻ അവസരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയുന്ന മക്കളെയും സമർപ്പിക്കുന്ന അപ്പം അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യം ഒരുക്കിക്കാട്ടപ്പച്ചാ. ഈ സമയം ദൈവമായ കർത്താവെ സ്തോത്ര യാത്ര പോകുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ. ഓരോ മക്കളുടെയും യാത്രയിൽ കർത്താപ്പച്ചൻ്റെ സാന്നിധ്യം കൊണ്ട് അവരെ പൊതിയണമേ. ദൈവമായ കർത്താവെ, ഈ സമയം ഹാലയിൽ പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾ, കുടുംബജീവിതത്തിൽ പുതുവർഷകാലം പ്രവേശിച്ച മക്കളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഓരോ മക്കൾക്കും ഈ പുതുവർഷകാലം കൊടുത്ത് സഹായിച്ചാട്ടപ്പാ. പലവിധ ആവശ്യഭാരങ്ങളുടെ നടുവിൽ കൂടി കരയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ഓരോ മക്കളുടെയും ആവശ്യമുള്ളതുപോലെ അറിയാവുന്ന കർത്താപ്പച്ചൻ അവിടുന്ന് തൻ്റെ മക്കളോട് മനസ്സലിയണമേ, കരുണ കാണിക്കണമേ അപ്പാ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ദേശത്തെയും ചുറ്റുപാടുകളെയും അയൽക്കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. അനാഥരെയും വിധവകളെയും ഓർക്കുന്നു കർത്താവേ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ.
ഹാലേലുയ കർത്താവെ, ഞങ്ങളുടെ ഭരണകർത്താക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർത്തും പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും ഒരുപോലെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ കർത്താവെ. സമാധാനവും ദൈവകൃപയും കൊണ്ട് ഓരോ ജീവിതങ്ങളെയും നിറയ്ക്കണമേ നടിയൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നപ്പാ, മാനസാന്തരം നൽകി മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സമയം കർത്താവെ, ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്നപ്പാ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ശരീരമാസകലം നീർക്കെട്ടും അതിവേദനയും ഉള്ളവർ കർത്താവെ, കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ കർത്താവെ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, പനിയാൽ ചുമയാൽ വിമിഷ്ടത്താൽ ഭാരപ്പെടുന്നവർ കർത്താവെ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ള മക്കൾ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരെ കർത്താവെ, എല്ലാവരെയും തിരുമുൻപാകെ സമർപ്പിക്കുക. അങ്ങ് തൊട്ടാൽ മതി അപ്പ, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വിടുതൽ ലഭിക്കുമല്ലോ. മനസ്സലിയണമേ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ദാവീദുപുത്ര, മനസ്സലിയണമേ. അനേക ജീവിതങ്ങൾ ഉറക്കമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടപ്പ. നല്ല ഉറക്കമാശ്വാസം ഓരോ മക്കൾക്കും കൊടുത്താട്ട് കർത്താവെ. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ള കുഞ്ഞുങ്ങളുണ്ടപ്പ, അവരോട് മനസ്സലിയണമേ, സൗഖ്യപ്പെടുത്തണമേ കർത്താവെ. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി അപ്പാ. അവിടുത്തെ വസ്ത്രത്തിൻ്റെ തൊങ്ങരി പോലും സൗഖ്യമുണ്ട്. കരുണ തോന്നണേ അപ്പ. സൗഖ്യം കാത്ത് കിടക്കുന്ന തൻ്റെ മക്കളോട് കരുണ തോന്നണമേ കർത്താവെ. മനസ്സലിയണമേ നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സമയം ഞങ്ങളുടെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും കാത്തോണേ. പ്രത്യേകിച്ച് മാതാപിതാക്കളില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടപ്പാ. വിദുരതയിലൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്. ആയിരിക്കുന്ന മേഖലകളിൽ എല്ലാവർക്കും മാതാവും പിതാവുമായ അപ്പച്ചൻ കൂടെ എന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, സ്തോത്രം. ജോലി ചെയ്യുന്നയിടത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഇരിക്കണമേ. ആരോഗ്യത്തിലും സമാധാനത്തിലും കൂടെ ഇരുന്നവരെ സഹായിക്കണമേ. നല്ല മേലധികാരികളെ കൊടുക്കണമേ, നല്ല കൂട്ടുകാരെ കൊടുക്കണമേ, നല്ല താമസ സൗകര്യം കൊടുക്കണമേ, ആവശ്യമാർന്ന ഭക്ഷണം കൊടുക്കണമേ. യാതൊരു പ്രയാസം അവരെ അലട്ടുവാൻ അനുവദിക്കല്ലേ. നല്ല പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ കർത്താവെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം അപ്പാ. ഈ സമയം ഹല്ലേലൂയ കർത്താവെ. ചില നേർന്ന വിഷയങ്ങളുടെ നടുവിൽ കൂടി വലയുന്ന ജീവിതങ്ങളുണ്ട്. അവരുടെ വിഷയത്തിൻ്റെ നടുവിലും സ്വർഗത്തിലെ അപ്പച്ചൻ അത്ഭുതം ചെയ്യുമാറാണ്. കഴിഞ്ഞ നാളുകളിൽ മാനിച്ച ദൈവം ഇന്നും വിശ്വസ്തന. തൻ്റെ മക്കളെ കൂടെ ഇരുന്ന് സഹായിക്കണമേ അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി, നന്ദി. അടിയങ്ങളോട് മനസ്സലിനം, കരുണ തോന്നണം. ഞങ്ങളുടെ യുവതിവാക്കന്മാരെ കാത്തുകൊള്ളണമേ. അരുതാത്തതിൽ നിന്ന് അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ അപ്പാ. ദൈവഭയത്തിൽ ജീവിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. ഞങ്ങളുടെ കൊച്ചു പൈതങ്ങളെയൊക്കെ വളർത്തി തരണമേ കർത്താവ്. ബാലപീഠയിൽ നിന്നെല്ലാം വിട്ടിപ്പിക്കണമേ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടാൻ സഹായിക്കണമേ. അങ്ങനെ സകല പ്രാർത്ഥനാ വിഷയത്തെ അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അപ്പൻ്റെ പക്കല ദാനമായി തന്ന് ഞങ്ങളെ സഹായിക്കണം. ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലം എല്ലാം കർത്താവ് തന്ന് ഞങ്ങളെ പോഷിപ്പിക്കണം. ജയത്തോടെ ഞങ്ങളെ നടത്തണം. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം, 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 സ്തോത്രം. അങ്ങനെ പാപം കൂടാതെ ജീവിപ്പെടാനും അപ്പൻ്റെ ഇഷ്ടം ചെയ്യുവാനും ഞങ്ങളെ ഒരുക്കി സഹായിക്കണം. വരാമായിരിക്കുന്ന ഈ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി വർഷയാദി മരണത്തിന് ഏൽപ്പിക്കാതെ ഞങ്ങളെല്ലാം സൂക്ഷിക്കുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.